ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അനുസരണയില്ലാതെ ഈ വ്യക്തിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ആക്ച്വലി അങ്ങനെ തന്നെയാണോ ഈ വ്യക്തിക്കുള്ളത്? നിങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടും ഫീലിങ്സും ഈ വ്യക്തിക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ വളരെ പ്രധാനമായിട്ടും നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആ ഒരു എനർജിയിലേക്ക് പോകാം. ഈ ഒരു എനർജി നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് കഴിയുന്നത് ആർക്കേഞ്ചൽ റാഫേൽ ആണ്. റാഫേൽ മാലാഖയുടെ എനർജിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ലവ് ഹീലിംഗ് മിറാക്കിൾസ് ആണ്. അതായത് പ്രണയ സംബന്ധമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉള്ളത് അതെല്ലാം നല്ല രീതിയിൽ പരിഹരിച്ചു തരുന്ന ഒരു ഏഞ്ചലാണ് റാഫേൽ ഏഞ്ചൽ. അതുപോലെ തന്നെ അനുഗ്രഹങ്ങളും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രണയബന്ധത്തിൽ അനുഗ്രഹങ്ങൾ തരികയും അതുപോലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഏഞ്ചലും കൂടിയാണ് റാഫേൽ ഏഞ്ചൽ. ഈ ഒരു ഏഞ്ചലിന്റെ എനർജിയാണ് ഭയങ്കരമായിട്ട് ഇന്നത്തെ റീഡിങ്ങിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു റാഫേൽ ഏഞ്ചലിന്റെ സാന്നിധ്യം വളരെയധികം ഉണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ സോളിറ്റ്യൂഡ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾ രണ്ടുപേരും മനസ്സുകൊണ്ടും എല്ലാം കൊണ്ടും ഒറ്റക്കാണ്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് വേറെ ആൾക്കാരില്ല. ഈ പേഴ്സന്റെ കൂടെ വേറെ ആൾക്കാരില്ല എന്നുള്ള സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. അതായത് ഒറ്റപ്പെട്ടുള്ളൊരു ജീവിതം, ഒറ്റയാൾ പോരാട്ടം എന്ന് പറയുന്നത് പോലെ ഒറ്റയ്ക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഒരു സ്പ്ലിറ്റിംഗ് എനർജിയോ ഒരുപാട് ക്രൗഡഡ് ആയിട്ട് ഉള്ള എനർജിയോ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നില്ല. ഓക്കെ, അപ്പൊ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഒറ്റപ്പെട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കണ്ടിന്യൂഷൻ ആയിട്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് തീർത്തും ഈ വ്യക്തിയുടെ മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുകയും ഇരുത്തി ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തി ഒറ്റപ്പെട്ട് കഴിയുമ്പോഴാണല്ലോ ആ ഒരു തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നത് എന്തായിരുന്നു, എന്ത് കാര്യമായിരുന്നു തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. അതിലൂടെ നിങ്ങളുടെ പ്രാധാന്യവും കൂടി മനസ്സിലാക്കുകയും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്. അതുപോലെ സാമ്പത്തികപരമായിട്ടും ഈ പേഴ്സൺ കേൾക്കാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള എന്തൊക്കെയോ ഹാപ്പി ആയിട്ടുള്ള ന്യൂസുകൾ, സന്തോഷ വാർത്തകൾ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അത് ചിലപ്പോൾ ഒരു പ്രൊഫഷൻ വൈസ് ആയിരിക്കാം, മറ്റെന്തെങ്കിലും കാര്യങ്ങളിലുള്ള പോസിറ്റീവ്നെസ് ആയിരിക്കാം, മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഈ പേഴ്സൺ നല്ലോണം അധ്വാനിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അതിൽ നിന്നും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടാകാം. ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് പ്രപഞ്ചശക്തി ഈ വ്യക്തിയിൽ വേറെ പല കാര്യങ്ങളിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പോസിറ്റിവിറ്റിയും നല്ല റിസൾട്ടും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോ ഈ പേഴ്സന്റെ ജോലി കാര്യത്തിലായാലും ആരോഗ്യത്തിന്റെ കാര്യത്തിലായാലും മനസ്സിന്റെ കാര്യത്തിലായാലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുടെ കാര്യത്തിലായാലും ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുള്ള വളരെയധികം എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്കാണ് ഈ പേഴ്സണെ പ്രപഞ്ചശക്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ ഹൃദയം തുറക്കുന്നുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും വ്യക്തികൾ കൊണ്ടും ഈ വ്യക്തി വളരെയധികം അടഞ്ഞാണ് നിന്നിരുന്നത്. അതായത് ഒട്ടും ആക്റ്റീവ് അല്ലാതെ, മനസ്സ് തുറക്കാൻ കഴിയാതെ, ഒന്ന് പൊട്ടിച്ചിരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് സമാധാനിക്കാനോ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ എന്തോ വളരെയധികം ഫ്രീഡം കിട്ടുന്ന രീതിയിലുള്ള ഒരു എനർജി ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അട്രാക്ഷൻ ആണ്. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പേഴ്സന്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടാകാം, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിലൂടെ ഒരുപാട് ആൾക്കാർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം. നിങ്ങളാണെങ്കിൽ പോലും ഈ പേഴ്സണിലേക്ക് പോകാതെ നിങ്ങളെ വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ട് വേറെ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം. പക്ഷെ നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത്.
വേറെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് കാണുമായിരിക്കാം, ഒരുപാട് പേരുടെ കാര്യങ്ങൾ കാണുമായിരിക്കാം. പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം നിങ്ങളെ നോക്കിയിരിക്കുന്ന നിങ്ങളുടെ ഫോട്ടോസ് അല്ലെങ്കിൽ നിങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കി നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഈ പേഴ്സൺ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, ഏറ്റവും അവസാനം നിങ്ങളിലേക്ക് മാത്രം വന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ വളരെ പ്രധാനമായിട്ടും കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇത് ഏറ്റവും വലിയൊരു കണക്ഷൻ ആണ്, നിങ്ങളുടെ സോളുകൾ തമ്മിലുള്ളൊരു കണക്ഷൻ ആണെന്നും ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കണക്ഷനും കൂടിയാണ്. നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഇവിടെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം യാഥാർത്ഥ്യമല്ല. അതിന് പകരം നിങ്ങളുടെ രണ്ടുപേരുടെയും സോളുകളാണ് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ സോളാണെങ്കിലും ഈ പേഴ്സന്റെ സോളാണെങ്കിലും നിങ്ങളുടെ സോളുകൾ തമ്മിലാണ് ഏറ്റവും കൂടുതൽ കണക്ഷൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ സോളിന് ആശ്വാസം വരുന്ന രീതിയിലേക്കാണ് നിങ്ങൾ രണ്ടുപേരും മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരായിട്ട് കൂട്ടുകൂടിയാലും നിങ്ങൾക്ക് രണ്ടുപേർക്ക് സമാധാനം കിട്ടത്തില്ല. വേറൊരാളായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടിയാലും, വേറൊരാളെ മനസ്സുകൊണ്ട് സ്വീകരിക്കാമെന്ന് വിചാരിച്ചാലും, വേറൊരാളുടെ ലൈഫിലേക്ക് പോകാം എന്ന് കരുതിയാലും, അല്ലെങ്കിൽ വീട്ടുകാർ പറയുന്നത് അനുസരിക്കാമെന്ന് കരുതിയാലും, എന്തൊക്കെയാണെങ്കിൽ പോലും അതിന് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല, മനസ്സിന് സംതൃപ്തി കിട്ടുന്നില്ല. അപ്പൊ അത് തീർത്തും ഈ ഒരു കണക്ഷനിലൂടെ മാത്രമാണ് ആ ഒരു സംതൃപ്തി നിലകൊള്ളുന്നത് എന്നുള്ള ഒരു അർത്ഥവും കൂടി അവിടെ വരുന്നുണ്ട്. റിലാക്സ് ആണ്, നിങ്ങളായിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി, വളരെ റിലാക്സ്ഡ് ആയിട്ട്, പ്രൈവസിയോട് കൂടി മറ്റെവിടെയെങ്കിലും ആഘോഷിക്കണം എന്നാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. അത് ആഘോഷമൊന്നും അത്ര വലുതില്ലെങ്കിൽ പോലും മനസമാധാനത്തോടു കൂടി ശാന്തമായ അവസ്ഥയിലൂടെ നിങ്ങളുമായി സമയം ചിലവഴിക്കണം എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ വ്യക്തിയുടെ ഹൃദയം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഇരിക്കുക, സംസാരിക്കുക, ശാന്തമായിട്ടുള്ള ലെവലിലേക്ക് പോവുക. ഈ പേഴ്സൺ ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും യാതൊരു തരത്തിലും സമാധാനവും സ്വസ്ഥതയും ഈ വ്യക്തിക്ക് ലഭിക്കുന്നില്ലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വളരെയധികം നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടിയാണ് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റുള്ള ആൾക്കാരുടെ സാന്നിധ്യം ഒന്നുമില്ലാതെ നിങ്ങളും ഈ വ്യക്തിയും മാത്രമായിട്ട് സംസാരിക്കുവാനും സ്നേഹം പങ്കിടുവാനും ഒക്കെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിൽ ആയിരുന്ന സമയത്ത് ഈ പേഴ്സൺ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് മറ്റുള്ളവരും കൂടി നിങ്ങൾക്കിടയിൽ വേണം എന്നായിരിക്കാം. അത് ഫ്രണ്ട്സ് ആയിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം. മറ്റുള്ളവരും നിങ്ങളുടെ രണ്ടുപേർക്കും ഇടയിൽ വേണം എന്നായിരിക്കാം ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത്. അന്ന് അങ്ങനെയാണ് വിചാരിച്ചിരുന്നതെങ്കിൽ ഇന്ന് നേരെ തിരിച്ചാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. നിങ്ങളും ഈ പേഴ്സണും മാത്രം മതി എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇൻറ്റൻസ് എന്നാണ്. ഇത്രയും സ്നേഹം തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും പാഷൻ തോന്നിയിട്ടുള്ള ഒരു കണക്ഷൻ വേറെ ആരുമായിട്ടും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. നിങ്ങളോട് തോന്നിയിട്ടുള്ളതും ഈ ഒരു കണക്ഷനോട് തോന്നിയിട്ടുള്ളതും അതിതീവ്രമായിട്ടുള്ള ഈ ഒരു സ്നേഹവും ഈ ഒരു അട്രാക്ഷനും ഈ വ്യക്തിക്ക് മറ്റാരോടും തോന്നിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ തിരിച്ചറിയുന്നത്. ഓക്കെ, സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത് ഇൻക്രീസ്ഡ് അവയർനെസ് ആണ് മാസ്റ്റർ ബുദ്ധ, ഡീപ് കണക്ഷൻ, ട്രസ്റ്റ് യുവർ ഇന്നർ വോയിസ് ആണ്. 24 മണിക്കൂറും ഈ വ്യക്തിയുടെ മനസ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ വന്ന് കാണ്, നിങ്ങളോട് സംസാരിക്ക്, നിങ്ങളെ വേണം, നിങ്ങളുടെ സാന്നിധ്യം വേണം, നിങ്ങളുമായിട്ട് സ്നേഹം പങ്കിടണം, നേരിട്ട് കാണണം, സംസാരിക്കണം എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും മനസ്സിങ്ങനെ ഈ വ്യക്തിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വസ്ഥത കൊടുക്കുന്നില്ല. വളരെയധികം ആകാംക്ഷ നിറഞ്ഞിട്ടുള്ള ഒരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഏപ്രിൽ മാസം കിട്ടിയിട്ടുണ്ട്. 11/11 ട്രാവൽ ആൻഡ് ടൂറിസം, വിശാഖം നാള് 6-ാം തീയതി, ഈഗോ, ചെന്നൈ, ബിസിനസ്, സ്മൈൽ ആൻഡ് കെ, ലെറ്റർ കെ.
ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.